കസ്റ്റഡിയിലേക്ക് കേസ് വരാൻ പോവുകയാണ്. നിങ്ങൾ സുരക്ഷായിരിക്കോളൂ. എത്ര കോട്ട കാറ്റിക്കൊണ്ട് നിങ്ങൾ കെട്ടിയാലും ആ കാറ്റിക്കോട്ടകളെ KSU പൊളിക്കും. കേരളത്തിലെ പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊരുക്കാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സർക്കാരും മന്ത്രിയും ഉൾപ്പെടെ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെയൊന്നും രാത്തിക്കൊണ്ട് കാറ്റിക്കൊണ്ടൊന്നും കേരളത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ഇത് പോരാട്ടമാണ്. കേരളത്തിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാണ്ടാക്കിയ ഗവൺമെന്റിനെതിരായിട്ടുള്ള നീതി തേടിയുള്ള KSUവിന്റെ പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങളുടെ ജീവൻ വെടിയേണ്ടി വന്നാലും എത്ര ചോര ഒഴിക്കേണ്ടി വന്നാലും കേരളത്തിന്റെ മണ്ണിൽ KSU നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തിനാ മന്ത്രിക്കെന്തിനാ അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബികളെ സഹായിക്കാൻ വേണ്ടി അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബികളെ കാലത്തിൽ താലോലിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുന്നത്. മന്ത്രിസഭയ്ക്കകത്ത് നിന്ന് എതിർപ്പ് ഉയർന്നു വന്നിട്ടും എന്തിന് ഇത്ര തിടുക്കപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു തുഗ്ലക് പരിഷ്കരണം നടപ്പിലാക്കി എന്നുള്ളത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇന്ന് അലമുറയിട്ട് കരയുന്ന 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളോട് പറയാൻ തയ്യാറാകണമെന്നുള്ളതാണ്. ഇല്ല എങ്കിൽ മന്ത്രിയെ കേരളത്തിലുടനീളം KSU നേതൃത്വത്തിൽ തടയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കിയ അവിടെ ഭാവി തുലച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ KSU പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാം. ഒരിക്കൽ കൂടി ചോദിക്കുന്നു, എവിടെ SFI? എവിടെ SFI? കേരളത്തിലെ വിദ്യാർത്ഥികൾ അലമുറയിട്ട് കരയുമ്പോൾ ഇവിടെ സർവകലാശാലയിൽ ആരോഗ്യ മേഖലയിലെ ഉൾപ്പെടെ വിഷയങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വഴിതിരിച്ചുവിടാൻ ഒരു ഗവർണർ പോലുണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ സമരനാടകം നടത്തിയ SFI ഈ വിദ്യാർത്ഥികൾ അലമുറയിട്ട് കഴിയുമ്പോൾ എവിടെയെന്ന് KSU ഒരിക്കൽ കൂടി ചോദിക്കുക. എവിടെയെങ്കിലും ഒരു വാക്കുകൊണ്ട് സർക്കാർ നടത്തിയ തുഗ്ലക് പരിഷ്കരണത്തിനെതിരെ ഒരു വാക്കുകൊണ്ട് പ്രതിഷേധം അറിയിക്കാൻ SFI തയ്യാറായിട്ടുള്ളൂ. ഇല്ല, അവർ ഭരണവിലാസ സംഘടനയായി ഇപ്പോഴും ഇവിടത്തെ സർക്കാരിന്റെ കീഴിൽ ഇരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. സമരം ശക്തമാക്കാം സൂചനയാണ്.